ബിജെപി കുതിരക്കച്ചവടം നടത്തുന്നുവെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്. ജനാധിപത്യത്തെ അടക്കം എല്ലാത്തിനെയും അപഹസിക്കുകയാണ് ബിജെപി ചെയ്യുന്നത്. ഭരണഘടന അനുസരിച്ച് നരേന്ദ്രമോദിയും അമിത്ഷായും ഭരണം നടത്തണമെന്നും ഗെഹ്ലോട്ട്. ഇന്ത്യയിലൊട്ടാകെ ഭരണം പിടിക്കാനുള്ള ശ്രമത്തിലാണ് ബിജെപി എന്ന് അധിർ രഞ്ജൻ ചൌധരി. എതിർത്ത് സംസാരിക്കുന്നവരോട് ബിജെപിക്ക് അസഹിഷ്ണുത. പ്രതിപക്ഷമില്ലാത്ത ഇന്ത്യ സൃഷ്ടിക്കാനാണ് ശ്രമമെന്നും അധിർ രഞ്ജൻ ചൌധരി ആരോപിച്ചു. കർണാടക ജെഡിഎസിൽ കടുത്ത നടപടി. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ട് ചെയ്ത എംഎൽഎമാരെ പുറത്താക്കി. കോലാർ എംഎൽഎ ശ്രീനിവാസ ഗൌഡയെയും ഗുബി എംഎൽഎ ശ്രീനിവാസ് എസ്ആറിനെയുമാണ് ജനതാദൾ സെക്യുലർ പുറത്താക്കിയത്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. നാളെയും ചോദ്യം ചെയ്യൽ തുടരും. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് ഇന്നത്തെ ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ചത്. സ്വപ്ന നാളെ 11 മണിക്ക് ഇഡി ഓഫീസിൽ ഹാജരാകും. പുതിയ രഹസ്യമൊഴിയുടെയും വെളിപ്പെടുത്തലിന്റെയും സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യൽ. കേന്ദ്ര സുരക്ഷ ആവശ്യപ്പെട്ട് സ്വപ്ന സുരേഷ് നൽകിയ ഹർജി പരിഗണിക്കുന്നത് എറണാകുളം സെഷൻസ് കോടതി മാറ്റി. ഹർജി ഈ മാസം 27-ന് വീണ്ടും പരിഗണിക്കും. വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഭീഷണിയുണ്ടെന്നും പോലീസ് സുരക്ഷയിൽ വിശ്വാസമില്ല എന്നും കാട്ടിയാണ് സ്വപ്ന ഹർജി നൽകിയത്. മുസ്ലിം ലീഗ് നേതാവ് KN ഖാദർ RSS വേദിയിൽ. കോഴിക്കോട് കേസരിയിൽ സംഘടിപ്പിച്ച സ്നേഹബോധി സാംസ്കാരിക സമ്മേളനത്തിലാണ് ഖാദർ പങ്കെടുത്തത്. ബുദ്ധപ്രതിമ അനാച്ഛാദന ചടങ്ങിലാണ് പങ്കെടുത്തത് എന്നും അത് RSSന്റെ പരിപാടി അല്ല എന്നും KN ഖാദർ. RSS പരിപാടിയിൽ KN ഖാദർ പങ്കെടുത്തത് മുസ്ലിം ലീഗ് നയത്തിന് എതിരെന്ന് MK മുനീർ. വിഷയം പാർട്ടി ഗൌരവത്തോടെ ചർച്ച ചെയ്യും. KN ഖാദറിന്റെ വിശദീകരണം കേൾക്കും. ഉന്നതാധികാര സമിതിയുടെ അനുമതിയില്ലാതെയാണ് KN ഖാദർ പരിപാടിയിൽ പങ്കെടുത്തത് എന്ന് MK മുനീർ. RSS പരിപാടിയിൽ മുസ്ലിം ലീഗ് നേതാവ് KN ഖാദർ പങ്കെടുത്തത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഖാദറുമായി ബന്ധപ്പെട്ടിരുന്നതായി കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹം വിശദീകരണം നൽകിയിട്ടുണ്ട്. തൃപ്തികരമാണോ എന്ന് പരിശോധിക്കും. RSS വേദിയിൽ മുസ്ലിം ലീഗ് നേതാക്കൾ പോവാറില്ല എന്നും കുഞ്ഞാലിക്കുട്ടി. KN ഖാദറിനെതിരെ പരോക്ഷ വിമർശനവുമായി സാദിഖ് അലി തങ്ങൾ. ലീഗ് പ്രവർത്തകർ അച്ചടക്കമുള്ള പാർട്ടിക്കാരാണെന്നും എവിടേക്കെങ്കിലും പോകുമ്പോൾ അവിടെ പോകാൻ പറ്റുമോ എന്ന് ചിന്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആരെങ്കിലും ക്ഷണിക്കുമ്പോഴേക്കും പോകേണ്ടതില്ല. പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ സാമുദായിക സാമൂഹിക പ്രത്യേകതകൾ നോക്കേണ്ടി വരുമെന്നും തങ്ങൾ. സമസ്തയും മുസ്ലിം ലീഗുമായുള്ള ഭിന്നത രൂക്ഷമാകുന്നു. കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസുമായുള്ള ബന്ധം അവസാനിപ്പിച്ച സമസ്ത ഉപദേശക സമിതിയിൽ സമസ്ത അധ്യക്ഷൻ വേണമെന്നില്ല എന്ന ഭേദഗതിയും സമസ്തയുടെ വീക്ഷണവും ഉപേക്ഷിച്ച് ഉപദേശവും അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന നിബന്ധന നീക്കിയതുമാണ് കാരണം. ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ അധ്യക്ഷനായ സംഘടനയാണ് CIC. സംസ്ഥാനത്ത് ഇന്ന് 3886 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് ബാധിച്ച് 4 പേർ മരിച്ചു. എറണാകുളത്താണ് രോഗബാധിതർ കൂടുതൽ. എറണാകുളത്ത് 916 പേർക്കും തിരുവനന്തപുരത്ത് 814 പേർക്കുമാണ് രോഗം ബാധിച്ചത്. 5 മാസത്തിന് ശേഷം ഇന്നലെ പ്രതിദിന രോഗബാധ 4000 കടന്നു. 4224 പേർക്കാണ് ഇന്നലെ കോവിഡ് ബാധിച്ചത്. നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ജീവനക്കാർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. KGMOയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലെ OP ബഹിഷ്കരിച്ചു. ഇന്നലെ രാത്രിയാണ് ഇരുമ്പ് ദണ്ടുകളുമായി അക്രമി സംഘം എത്തി സ്റ്റാഫ് നഴ്സിനെയും ഡോക്ടറെയും സെക്യൂരിറ്റി ജീവനക്കാരനെയും മർദ്ദിച്ചത്. ജീവനക്കാരെ മൊത്തത്തിൽ കമ്പിവടിയുമായിട്ട് നേരിട്ടുള്ള സംഭവം അടിക്കടിക്കുണ്ടാകുന്നു. ഇതിനൊരു അറുതി വന്നിട്ട് സമരം ഇനി അവസാനിക്കൂ. അന്നേ തീരൂ ഈ സമരം. ഇൻക്ലാബ് 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 സിന്ദാബാദ്. ആശുപത്രിയിൽ ഡോക്ടർമാരെ ആക്രമിച്ച സംഭവത്തിൽ 3 പ്രതികളും പിടിയിൽ. നീണ്ടകര സ്വദേശികളായ വിഷ്ണു, രതീഷ്, അഖിൽ എന്നിവരാണ് പിടിയിലായത്. മൈലക്കാട് ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പ്രതികളെ പിടികൂടിയത്. പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് കരുനാഗപ്പള്ളി SCP പ്രദീപ് കുമാർ. അക്രമം ഉണ്ടായി എന്ന വിവരം ലഭിച്ച ഉടൻ ആശുപത്രിയിൽ പോലീസ് എത്തി. കഴിഞ്ഞ ദിവസമുണ്ടായ തർക്കത്തിൽ ലഭിച്ച പരാതിയിൽ പോലീസ് പ്രതികളുടെ വീടുകളിൽ പോയിരുന്നു. ഇതിന്റെ പ്രതികാരമാണ് ആക്രമണമെന്ന് ACP.
പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരമുള്ള വായ്പ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് യുവാവിന്റെ സത്യഗ്രഹം. തിരുവനന്തപുരം തിരുമല യൂണിയൻ ബാങ്കിന് മുന്നിലാണ് സത്യഗ്രഹം. തച്ചോട്ടുകാവ് സ്വദേശി രാജേഷാണ് പ്രതിഷേധിക്കുന്നത്. നേരത്തെ വായ്പ എടുത്തവർ തിരിച്ചടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞാണ് തനിക്ക് വായ്പ നിഷേധിക്കുന്നത് എന്ന് യുവാവ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം. വൃക്ക മാറ്റിവെക്കൽ വൈകിയതിനു പിന്നാലെ രോഗി മരിച്ചതിൽ 2 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തത് പിൻവലിക്കണമെന്ന ആവശ്യം. പ്രോട്ടോകോൾ ലംഘനം നടന്നോ എന്ന വിദഗ്ധ സമിതി അന്വേഷിക്കണം. പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന് തെളിഞ്ഞാൽ അന്വേഷണത്തെ നേരിടാൻ തയ്യാറെന്ന് ഡോക്ടർമാർ. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വൈകിയ സംഭവത്തിൽ ആംബുലൻസ് ഡ്രൈവർമാർക്കെതിരെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നൽകിയ പരാതിയിൽ ആംബുലൻസ് ഡ്രൈവർമാരുടെ മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചു. ഇവരുടെ മൊഴിയെടുത്ത ശേഷമാകും പരാതിയിൽ കേസെടുക്കണോ എന്ന് തീരുമാനിക്കുക. മനുഷ്യക്കടത്തിൽ ആരോപണത്തിൽ പരാതിയുമായി മറ്റൊരു യുവതി കൂടി രംഗത്ത്. കുവൈത്തിൽ അടിമവേല ചെയ്യിച്ചുവെന്നും IS-ന് വിൽക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി. ശാരീരികാസ്വാസ്ഥ്യം നേരിട്ടപ്പോൾ ചികിത്സ നൽകിയില്ല. നെഞ്ചിലും വയറ്റിലും ചവിട്ടിയെന്നും തൃക്കാക്കര സ്വദേശിനി. ക്രൈം നന്ദകുമാറിനും ബ്ലോഗർ സൂരജ് പാലാക്കാരനുമെതിരെ പരാതിക്കാരിയായ യുവതി. ക്രൈം നന്ദകുമാറിനെതിരെ പരാതി നൽകിയ യുവതിക്കെതിരെ സ്വഭാവ ദൂഷ്യം ആരോപിച്ച് സൂരജ് പാലാക്കാരൻ ക്രൈം നന്ദകുമാറിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. തന്നെ മാത്രമല്ല ക്രൈമിൽ ജോലി ചെയ്ത മറ്റ് പല പെൺകുട്ടികൾക്കും നന്ദകുമാറിൽ നിന്ന് സമാനമായ പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. തന്റെ കുഞ്ഞ് മരിച്ചതല്ല എന്നും ഭർത്താവ് കൊന്നതാണെന്നും യുവതി പറഞ്ഞു. നടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ വിജയ് ബാബുവിന് മുൻകൂർ ജാമ്യം. ഉപാധികളോടെയാണ് ജാമ്യം. ഇരയ്ക്കെതിരെ സമൂഹമാധ്യമത്തിലടക്കം പരാമർശം നടത്തരുത്. ആവശ്യമെങ്കിൽ പോലീസിന് മുൻപാകെ ഹാജരാകണം. പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം. പോലീസിനെ അറിയിക്കാതെ സംസ്ഥാനം വിട്ടു പോകരുത് തുടങ്ങിയവയാണ് ഉപാധികൾ. പോലീസ് വാനിൽ ചിഹ്നം പതിച്ചതിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല എന്ന് പോലീസിന്റെ ഔദ്യോഗിക വിശദീകരണം. ഗൂഢാലോചന ഉൾപ്പെടെ നടന്നോ എന്ന വിശദമായ പരിശോധനയാണ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം നടത്തിയത്. കുട്ടിക്കാനം KP 5ാം ബറ്റാലിയന്റെ വാനിലാണ് ചന്ദ്രക്കലയും നക്ഷത്ര ചിഹ്നങ്ങളും പതിച്ചത്. ബൈക്കുകളുടെ മരണപ്പാച്ചിൽ തടയാൻ ഗതാഗത വകുപ്പിന്റെ ഓപ്പറേഷൻ റേസ് തുടരുന്നു. സൂപ്പർ ബൈക്കുകളുടെ അമിത വേഗവും അഭ്യാസ പ്രകടനങ്ങളും തടയലാണ് പരിശോധനയുടെ ലക്ഷ്യം. രൂപമാറ്റം വരുത്തിയ ബൈക്കുകൾക്ക് പിഴ ചുമത്തും. കരിമണൽ ഖനനത്തിൽ സ്വകാര്യ മേഖലയെ ഉൾപ്പെടുത്താനുള്ള കേന്ദ്ര നീക്കം അനുകൂലിക്കുന്നില്ല എന്ന് മന്ത്രി P. രാജീവ്. കേന്ദ്രത്തെ ഇക്കാര്യത്തിൽ നിലപാട് അറിയിച്ചിട്ടുണ്ട്. പൊതുമേഖലയിൽ ഖനനം തുടരണമെന്നും മന്ത്രി. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധി നാളെ ED-ക്ക് മുന്നിൽ ഹാജരാകില്ല. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി ED-ക്ക് സോണിയാഗാന്ധി കത്തയച്ചു. 2 ആഴ്ചത്തെ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ന് സോണിയാഗാന്ധി. ഹാജരാകാൻ 2 ആഴ്ച കൂടി സമയം അനുവദിക്കണമെന്നും കത്തിൽ ആവശ്യം. ED-യുടെ ചോദ്യം ചെയ്യലിൽ പ്രതികരണവുമായി രാഹുൽ ഗാന്ധി. ED-യെ ഭയമില്ല. എത്ര മണിക്കൂർ ചോദ്യം ചെയ്താലും ഭയക്കില്ല. കോൺഗ്രസ് നേതാക്കളെ ഭയപ്പെടുത്താനാകില്ല എന്ന് രാഹുൽ ഗാന്ധി. ED പോലുള്ള ഏജൻസികളുടെ നടപടികൾ തന്നെ ബാധിക്കില്ല എന്ന് രാഹുൽ ഗാന്ധി. തന്നെ ചോദ്യം ചെയ്ത ED ഉദ്യോഗസ്ഥർക്ക് ഇത് ബോധ്യമായി. കോൺഗ്രസിന്റെ ഒരു നേതാവിനെയും അവർക്ക് ഭയപ്പെടുത്തി അടിച്ചമർത്താനാകില്ല എന്നും രാഹുൽ ഗാന്ധി. അഗ്നിപത് പദ്ധതിക്കെതിരെ വീണ്ടും രാഹുൽ ഗാന്ധി. 1 റാങ്ക് 1 പെൻഷനെ കുറിച്ച് സംസാരിച്ച BJPയുടെ ഇപ്പോഴത്തെ പ്രവൃത്തി നോ റാങ്ക് നോ പെൻഷന് തുല്യമെന്ന് രാഹുൽ ഗാന്ധി. സൈന്യത്തെ ദുർബലമാക്കുന്ന നടപടിയാണിത്. പദ്ധതി മോദി സർക്കാരിന് പിൻവലിക്കേണ്ടി വരുമെന്ന് രാഹുൽ ഗാന്ധി. അഗ്നിപത് പദ്ധതിക്കെതിരെ ബീഹാറിൽ RJDയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. പദ്ധതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മെമ്മോറാണ്ടം നൽകിയെന്ന തേജസ്വി യാദവ്. പദ്ധതിക്കെതിരെ പ്രതിഷേധിച്ച യുവാക്കൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്ന് തേജസ്വി യാദവ്. അസമിൽ പ്രളയം തുടരുന്നു. മരണസംഖ്യ 89ആയി. 31 ജില്ലകളിലും വെള്ളക്കെട്ട് രൂക്ഷം. കച്ചാർ ജില്ലയിലെ സിൽച്ചർ പട്ടണം വെള്ളത്തിനടിയിലായി. 862 റിലീഫ് ക്യാമ്പുകളിലായി. 2.5 ലക്ഷത്തിലേറെ പേരെ മാറ്റിപ്പാർപ്പിച്ചു. ജമ്മുകാശ്മീരിൽ കനത്ത മഴ. ചേനാബ് നദി കരകവിഞ്ഞു. ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് സലാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. NDAയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി ദ്രൗപദി മുർമുവിന് Z+ സുരക്ഷ ഏർപ്പെടുത്തി CRPF. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. കേന്ദ്ര സർക്കാർ നൽകുന്ന 2ാമത്തെ വലിയ സുരക്ഷയാണ് Z+. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഒഡീഷയിലെ മയൂർഭഞ്ചിലെ ശിവക്ഷേത്രം സന്ദർശിച്ച് ദ്രൗപദി മുർമു.
ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥന നടത്തിയ ദ്രൗപദി നിലം തൂത്തുവാരുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ദ്രൗപദി മുർമുവിന്റെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി വാർത്ത പുറത്തുവന്നതോടെ ഒഡീഷയിലും മയൂർഭഞ്ച് ജില്ലയിലും ആഘോഷമാണ്. നാട്ടുകാരും പാർട്ടി പ്രവർത്തകരും അഭിനന്ദനങ്ങളുമായി ദ്രൗപദി മുർമുവിന്റെ വീട്ടിലെത്തി. സാന്താൾ സമുദായത്തിൽപ്പെട്ടവർ പരമ്പരാഗത സംഗീതോപകരണങ്ങളുമായാണ് ആഘോഷം സംഘടിപ്പിച്ചത്. ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകണമെന്ന അഭ്യർത്ഥനയുമായി ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്. ഒഡീഷയുടെ മകളെ രാജ്യത്തെ പരമോന്നത സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കാൻ പാർട്ടി ഭേദമില്ലാതെ ഒഡീഷ നിയമസഭയിലെ എല്ലാ അംഗങ്ങളും ഒത്തൊരുമിക്കണമെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു. ആറ്റിങ്ങലിൽ ടാങ്കർ ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടം ആത്മഹത്യയെന്ന് സൂചന. നെടുമങ്ങാട് മല്ലമ്പറക്കോണം സ്വദേശി പ്രകാശ് ദേവരാജനും മകൻ ശിവദേവുമാണ് മരിച്ചത്. തിരുവനന്തപുരത്തേക്ക് പോയ ടാങ്കർ ലോറിയിൽ കാർ ഇടിച്ചു കയറ്റുകയായിരുന്നു. കാറിനുള്ളിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തു. ആലപ്പുഴ പോലീസ് ക്വാർട്ടേഴ്സിൽ മകളെ കൊന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ CPO റെനീസിന്റെ ബന്ധുവായ പെൺകുട്ടി അറസ്റ്റിൽ. റെനീസുമായി വേർപിരിയണം എന്നാവശ്യപ്പെട്ട് മരിച്ച നജ്ലയെ ഷഹാന ഭീഷണിപ്പെടുത്തിയെന്ന് കണ്ടെത്തി. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് ഷഹാനയുടെ അറസ്റ്റ്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് മസ്കറ്റിലേക്ക് എയർ ഇന്ത്യ സർവീസ് ആരംഭിച്ചു. ഇന്നലെ രാത്രി 10:20-നാണ് ആദ്യ വിമാനം യാത്ര തിരിച്ചത്. ജീവനക്കാർക്കും യാത്രക്കാർക്കും കിയാലിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിലാണ് മസ്കറ്റിലേക്ക് എയർ ഇന്ത്യയുടെ സർവീസുകൾ. അഫ്ഗാനിലെ ഭൂചലനത്തിൽ മരണസംഖ്യ 1000 കടന്നു. 1500 പേർക്ക് പരിക്കേറ്റു. കിഴക്കൻ അഫ്ഗാനിലെ പക്തിക പ്രവിശ്യയിലാണ് ഭൂചലനം നാശം വിതച്ചത്. നൂറുകണക്കിന് വീടുകൾ തകർന്നതായാണ് റിപ്പോർട്ടുകൾ. ബംഗ്ലാദേശിൽ പ്രളയം, 40ഓളം പേർ മരിച്ചു. ലക്ഷക്കണക്കിന് പേർ ഒഴിഞ്ഞുപോയി. 3 ലക്ഷത്തോളം പേരെ മാറ്റിപ്പാർപ്പിച്ചു. വടക്കുകിഴക്കൻ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. പ്രളയബാധിത പ്രദേശങ്ങളിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വ്യോമ നിരീക്ഷണം നടത്തി.